Hello guys, welcome back to my YouTube channel. So let's get straight to the video. So നമ്മൾ ഇന്ന് ഭക്തി മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ പോവാണ് guys. നമ്മൾ ഒരു അമ്പലത്തിൽ പോവാണ്. ഇവിടെ ബർമിംഗ്ഹാമിലുള്ള ഒരു അമ്പലമാണ്. നല്ല വലിയ അമ്പലമാണെന്നൊക്കെയാണ് ഞാൻ കേട്ടത്. കുറേ നാളായി ഞാൻ അവിടെ പോണം എന്ന് വിചാരിച്ചിരിക്കുന്നു, പക്ഷെ ഇതുവരെ പറ്റിയില്ല. അപ്പോൾ പെട്ടെന്ന് ഇന്നലെ രാത്രി കിടക്കുന്നതിന് മുന്നേ ഞാൻ ഓർത്തു ഓക്കെ ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നു. നല്ല വെയിലുണ്ട്, അതാണ് ഒരു കോട്ടൻ്റെ ടോപ്പും ഒരു ജീൻസും എടുത്തിട്ടിട്ടുണ്ട്. നമ്മളെന്തായാലും അമ്പലത്തിലേക്കാണല്ലോ പോകുന്നത്, അപ്പോൾ ഒരു ഇന്ത്യൻ ടച്ച് ഇരിക്കട്ടെ എന്ന് കരുതി നമ്മളൊരു വളയൊക്കെ എടുത്തിട്ടുണ്ട്. അത് വേഗം എടുത്തിടാം. വള സെറ്റ്. ഈ കയ്യിൽ ഇടാൻ വാച്ച് കെട്ടാം, അതായിരിക്കും നല്ലത്. പിന്നെ നമുക്കിത് ഞാൻ കുറേ നാളായിട്ട് ഇവിടെ വാങ്ങി വെച്ചിരിക്കുന്ന ഒരു കമ്മലാണ്. കാരണം ഇങ്ങനത്തെയൊക്കെ കമ്മലിട്ടിട്ട് കുറേ നാളായി, അതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പം എനിക്ക് ഇങ്ങനത്തെയൊക്കെ കമ്മലിട്ടിട്ട് പുറത്ത് പോകാൻ ഭയങ്കര മടിയാണ്. പൊട്ടും കൂടെ കുത്തി കൊടുത്തിട്ടുണ്ട്, വാച്ചുണ്ട്, വളയായി, എവറിത്തിങ് ഈസ് സെറ്റ്. അപ്പോൾ ഇനി നമുക്ക് നേരെ അമ്പലത്തിലേക്ക് ലെറ്റ്സ് ഗോ. നല്ല വെയിലുണ്ട് ആൻഡ് നല്ല ചൂടുമുണ്ട്. നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കാം. ലെറ്റ്സ് ഗോ. പ്ലാൻ ചേഞ്ച് ഗൈസ്. എനിക്ക് 2 ട്രെയിൻ മാറി കയറണമായിരുന്നു. ആൻഡ് ഞാൻ ഗൂഗിളിൽ കായൽ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു. എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല, ബട്ട് സ്റ്റിൽ വി ആർ ഗോയിങ് ദർ. ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് പോയി റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ പോകുന്നത്, അതും അറിയില്ലാത്ത ആദ്യമായിട്ട് വരുന്ന ഒരു സിറ്റിയിൽ. സൂപ്പർ ദിവ്യ, സൂപ്പർ. ലെറ്റ്സ് ഗോ. എല്ലാത്തിനും മുടിഞ്ഞ വിലയാണല്ലോ ഗൈസ്. അമ്മച്ചി ലുക്കുണ്ടല്ലേ, സാരില്ല. ഫുഡ് കഴിക്കുമ്പോൾ ഇല്ലെങ്കിൽ മുടി ഡിസ്റ്റർബ് ചെയ്യും. നമുക്ക് ബ്രൗൺ ഷുഗർ ആഡ് ചെയ്യാം ഗൈസ്. താങ്ക് യു. മസാല ദോശ എത്തി ഗൈസ്, ആൻഡ് ഇറ്റ്സ് വെരി ഹ്യൂജ്. എൻ്റെ കൈൻ്റെ നീളമുണ്ട് ഗൈസ് ഈ മസാല ദോശയ്ക്ക്. ഐ ഫീൽ ഓക്വേർഡ്. ആദ്യമായിട്ട് ഒറ്റയ്ക്കിരുന്ന് കുടിക്കുന്ന കാരണം, കുടിക്കുന്നതല്ല കഴിക്കുന്ന കാരണം. കൊള്ളാം ഗൈസ്, നല്ല മസാല ദോശയാണ്. ഇനി അതോ കുറേ നാൾ കൂടി കഴിക്കുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. നമ്മൾ ഫുഡ് കഴിച്ച് ഇറങ്ങി. ആൻഡ് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഊബർ ഒന്ന് എടുത്ത് നോക്കിയാലോ എന്നോർത്ത് ഊബർ എടുത്ത് നോക്കി അമ്പലത്തിൽ പോകാൻ. ബട്ട് ഡ്രൈവേഴ്സ് ആരും സാധനം പിക്ക് ചെയ്യണില്ല. സോ ഫൈനലി ഞാൻ തിരിച്ച് ഷഫീൽഡിലേക്ക് തന്നെ പോകാൻ തീരുമാനിച്ചു ഗൈസ്. പിന്നെ ഒരു ദിവസം വരാം, അല്ലാതെ വേറെ നിവൃത്തിയില്ല. lengthy shadows guys.
അത് അനങ്ങുന്നുണ്ട് ഗൈസ്, അതിൻ്റെ തല അനങ്ങുന്നുണ്ടോ? ഫൈനലി നമ്മൾ ഷെഫീൽഡിലെത്തി ഗൈസ്. ഓ ഗോഡ്, ഞാൻ ബർമിംഗ്ഹാമിൽ നിന്ന് കയറിയ ട്രെയിൻ ഡേർബിയിലെത്തിയപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവർക്ക് എന്തോ പറ്റി. അപ്പോൾ പിന്നെ 1 മണിക്കൂർ ലേറ്റ് ആവും. പുള്ളി റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് വേറെ ഡ്രൈവേഴ്സ് അവൈലബിൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അവൈലബിലിറ്റി ഉണ്ടെങ്കിലേ ആ ട്രെയിൻ എടുക്കുകയുള്ളൂ. സോ 1 അവർ ഏകദേശം ലേറ്റ് ആവും എന്ന് പറഞ്ഞു. 10 മിനിറ്റ് അവിടെ ഇരുന്നു. അപ്പോൾ പിന്നെ വന്നിട്ട് അവർ പറഞ്ഞു തൊട്ടടുത്ത പ്ലാറ്റ്ഫോമിൽ വേറെ ട്രെയിൻ ഉണ്ട്, അതിൽ കയറുക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഓടിച്ചാടി അതിൽ കയറി. ഓ ഗോഡ്, ഫൈനലി തിരിച്ചെത്തി. എന്നാലും എന്തൊക്കെ സംഭവിച്ചാലും ഇന്നത്തെ ദിവസം അത്രയ്ക്ക് ബാഡായിരുന്നില്ല. ഇറ്റ്സ് വാസ് നോട്ട് ടു ബാഡ്. ഐ ഹാഡ് എ ചാൻസ് ടു ഗോ ഔട്ട് അലോൺ ആൻഡ് ഹാവ് ഫുഡ് അലോൺ ഫോർ ദ ഫസ്റ്റ് ടൈം. ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഒരു വലിയ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ഒറ്റയ്ക്കിരുന്ന് ഫുഡ് കഴിക്കുന്നത്. എക്സ്പീരിയൻസ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ ഗൈസ്, ബിക്കോസ് ആദ്യമായിട്ടാണല്ലോ. ഐ വാസ് ഫീലിംഗ് ഓക്വേർഡ്. അവിടെ സെർവ് ചെയ്യാനിരിക്കുന്ന 3 പേര് മലയാളികളാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അവർ മലയാളത്തിലൊന്നും സംസാരിച്ചില്ല. അവരെൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, മാം ആർ യു ഓക്കെ, ഹൗ ഇസ് ദ ഫുഡ് എന്നൊക്കെ പറഞ്ഞൊരു 3-4 തവണ അവരെൻ്റെ അടുത്ത് വന്നു. ആൻഡ് ഐ വാസ് റിയലി ഷൈ. ഓ ഗോഡ്. സോ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. സോ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ഡു ഇറ്റ്.